രജിസ്റ്റേർഡ് പോർഷനാണ് പൂർണ്ണ സ്വരാജ്. കഴിഞ്ഞ വട്ടം നെഹ്റു റിപ്പോർട്ട് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇന്ന് 1929 പൂർണ്ണ സ്വരാജ്, അതായത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം. അതായത് ഈ കോൺഗ്രസിൻ്റെ ഐഡിയോളജികൾ ഇങ്ങനെ മാറി മാറി വരുവാണ്. ആദ്യം സ്വരാജ്, പിന്നെ ഡൊമിനിയൻ പദവി തരണമെന്ന് ആവശ്യപ്പെടുന്നു ബ്രിട്ടീഷുകാരോട്. ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ തന്നെ ഹെഡ്, പക്ഷേ അതിൻ്റെ അണ്ടറിൽ ഇന്ത്യക്ക് സ്വയംഭരണ സംവിധാനം സെറ്റപ്പ്. അങ്ങനെ ഡൊമിനിയൻ പദവി തരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡൊമിനിയൻ പദവി തരണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്ന സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ് 1928. അപ്പം അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടും ഈ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല. അങ്ങനെ കോൺഗ്രസ് തങ്ങളുടെ ഐഡിയോളജി മാറ്റുവാണ്, പൂർണ്ണ സ്വരാജിലോട്ട് നീങ്ങുവാണ് ഒരു പ്രതിഷേധം എന്ന നിലയിൽ. അപ്പോൾ ഇതിനകത്ത് ചോദ്യം ലാഹോർ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അതിനകത്താണ് ഇങ്ങനൊരു പ്രമേയം പാസ്സാക്കുന്നത്, പൂർണ്ണ സ്വരാജ് ആയിരിക്കും കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന്. അപ്പോൾ ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വേറൊരു പോയിന്റുണ്ട്. അതായത് ഈ ഒരു ഇങ്ങനെ പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപനം ഉണ്ടായ ശേഷം 1929 ഡിസംബർ 31 സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുകയുണ്ടായി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. അതായത് ഈ രവി നദിയുടെ തീരത്ത്, രവി നദി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലാഹോർ പട്ടണം രവി നദിയുടെ തീരത്താണ്. അപ്പോൾ അവിടെ രാത്രി 1929 ഡിസംബർ 31 മിഡ് നൈറ്റിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലൊരു സംഘം അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദേശീയ പതാക ഉയർത്തുകയാണ്. എന്നിട്ട് എല്ലാ വർഷവും ജനുവരി 26 സ്വാതന്ത്ര്യ പ്രതിജ്ഞ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പിട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ജനുവരി 26 ആഘോഷിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഒരു നിയമലംഘന പ്രസ്ഥാനം ഇവിടെ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് ആരംഭിക്കും എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിട്ടാണ് ഈ സമ്മേളനം, ലാഹോർ സമ്മേളനം 1929 ലാഹോർ സമ്മേളനം പിരിയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാഹോർ സമ്മേളനമാണ്. ആ ഒരു സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ് എന്ന ആ ഒരു പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിക്കും. പിന്നെ ആ ഒരു ത്രിവർണ്ണ പതാക ആദ്യമേ ഉയർത്തിയത് അത് 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26. ഈ ഒരു ദിവസത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിച്ച് പോരുന്നത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷവും. ഓക്കെ, ഇത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇതെന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട്, അതായത് അനുസരിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ ധിക്കരിക്കുക, എന്നൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണമുണ്ട്. ഇപ്പം ഡൊമിനിയൻ പദവി ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു, അത് ബ്രിട്ടീഷുകാർ നിരസിച്ചു. പിന്നെ സൈമൺ കമ്മീഷനെ കൊണ്ടുവന്നു, അതും ഒരു പ്രതിഷേധത്തിന് കാരണമായി. അതൊക്കെ ഏത് നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയാവുന്നതാണ്. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ദണ്ഡി മാർച്ചോടെയാണ്. അതായത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ദണ്ഡി മാർച്ചോടെ കൂടെയാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് 1930 മാർച്ച് 12 അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി പുറപ്പെടുവാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്. അദ്ദേഹത്തിൻ്റെ കൂടെ 78 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് എണ്ണമാണ്. 78 അനുയായികളുടെ കൂടെയാണ് ഗാന്ധിജി പുറപ്പെട്ടത്. അങ്ങനെ ഗാന്ധിജി പുറപ്പെട്ട് 385 കിലോമീറ്റർ സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്തെത്തുവാണ്. അവിടെ ദണ്ഡി കടപ്പുറത്തെത്തിയ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, 1930 ഏപ്രിൽ 6. അങ്ങനെ അവിടെ എത്തിയിട്ട് ഉപ്പ്
കൾട്ടിവേറ്റ് അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാക്കുകയാണ്. ഈ നിയമലംഘന പ്രസ്ഥാനത്തിനകത്ത് ഉപ്പിന് ഇത്ര പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു സാധാരണക്കാരൻ ആ കാലഘട്ടത്തിൽ ഉപ്പ് അങ്ങനെ കളക്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇന്ത്യൻ സാൾട്ട് ആക്ട് ഉണ്ട് 1982. അതനുസരിച്ച് നികുതിയൊക്കെ കൊടുക്കണം സാൾട്ട് കളക്ഷനും. മാത്രമല്ല അതിൻ്റെ കുത്തക ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉപ്പ് കളക്ഷൻ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ വളരെയധികം അവരുടെ നിയമത്തെ ധിക്കരിക്കുന്ന ഒന്നായിട്ട് മാറും അത്. അതുകൊണ്ടാണ് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് ഇത്ര പ്രാധാന്യം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് അകത്ത്. ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം എന്നൊരു നിയമലംഘന രീതി വളരെയധികം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇന്ത്യ ഒട്ടാകെ. അത് പലയിടത്തും പല ആൾക്കാരാൽ നടത്തപ്പെട്ടു. അതായത് തമിഴ്നാട്ടിലാണെങ്കിൽ രാജഗോപാലാചാരി, കേരളത്തിലാണെങ്കിൽ കേളപ്പൻ. അങ്ങനെ വളരെ വലിയൊരു വിജയമായി മാറി ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്നാണ് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. പക്ഷേ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു ഇതിനെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ഉത്തരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-ന്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം 1930 ഏപ്രിൽ 6-ന്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. പിന്നീട് ഗാന്ധിജി അറസ്റ്റ് ഉണ്ടായി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം മുന്നോട്ട് പോകവേ. അങ്ങനെ ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജിയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത പറയാനുള്ളത് വട്ടമേശ സമ്മേളനങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങൾ 3 എണ്ണമാണ്. 1930 1931 1932. ഇത് 3 നടക്കുന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യയിലെ പ്രതിനിധികളും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പ്രതിനിധികളും തമ്മിൽ ഉള്ള മുഖാമുഖമായിട്ടുള്ള ചർച്ചയാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. ഇത് പല ഇന്ത്യയിലുണ്ടായ ബ്രിട്ടീഷുകാർക്കെതിരായ ഉണ്ടായ പല പ്രതിഷേധങ്ങളുടെയും ഇങ്ങനെയുള്ള പല പ്രമേയം സമർപ്പിക്കലിൻ്റെയും പ്രധാനമായിട്ടും സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു ചർച്ച അനിവാര്യമാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു സമ്മേളനം ഇന്ത്യയിലെ പ്രതിനിധികളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിലുള്ള ചർച്ചകൾ അങ്ങനെ 3 തവണ അവർ സമ്മേളിച്ചു. അതാണ് വട്ടമേശ സമ്മേളനങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം 1930 നവംബർ തൊട്ട് ജനുവരി വരെയാണ്. അപ്പോൾ ഇതിനകത്ത് അധ്യക്ഷത വഹിച്ചത് പ്രൈം മിനിസ്റ്ററായിട്ടുള്ള റാംസെ മക്ഡൊണാൾഡാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അത് ഇനാഗുറേറ്റ് ചെയ്തത് കിങ് ജോർജ് 5-മനാണ്. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഗാന്ധിജി ഒന്നും പങ്കെടുത്തിട്ടുണ്ടായില്ല. കാരണം ആ സമയത്ത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നടക്കുകയാണ്. ഭൂരിഭാഗം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം അറസ്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് INC-യുടെയോ അങ്ങനെയുള്ള മെയിൻ ലീഡേഴ്സിൻ്റെ ഒന്നും കോപ്പറേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒരു പരാജയമായിരുന്നു. 1 മാത്രമല്ല, 1, 2, 3 ആക്ച്വലി എഫക്റ്റ് വെച്ച് നോക്കും പരാജയം തന്നെയാണ്. അത് രണ്ടാം വട്ടമേശ സമ്മേളനം പറയുന്നതിന് മുമ്പിട്ട് ഈ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇവിടെ ഇന്ത്യ നടക്കുകയാണ്. അപ്പം ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നു അത് പരാജയമായത്. കാരണം ഗാന്ധിജിയുടെ ഒന്നും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല, INC-യുടെ ഒന്നും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇർവിൻ എന്ന് പറയുന്നത് ആ സമയത്തെ, അതായത് ഈ ഒന്നാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞു ആ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയിയാണ് ഇർവിൻ.
ആ ഇർവിൻ പ്രഭുവായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അതനുസരിച്ച് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്ന് ഗാന്ധിജി സമ്മതിക്കുകയാണ്. അതായത് ഗാന്ധിജിയും വൈസ്രോയ ഇർവിനുമായിട്ടുള്ള ഉടമ്പടി വരുന്നു. ഉടമ്പടിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് മറ്റേ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കണം, പിന്നെ അടുത്ത റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ തടവിൽ കഴിയുന്ന ആൾക്കാരെ ഉടനെ ഇറക്കിത്തരാം എന്നുള്ള ഒരു ഉടമ്പടികളാണ് ഈ ഗാന്ധി ഇർവിൻ പാക്റ്റിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഉടമ്പടി പ്രകാരം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുകയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ചോദിച്ചാൽ രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയണം. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ്. ഇതിൽ പങ്കെടുത്തത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ബ്രിട്ടീഷ് പ്രതിനിധികൾ, പിന്നെ INCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി, രംഗസ്വാമി അയ്യങ്കാർ, മദൻ മോഹൻ മാളവ്യ, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നാഗാഖാൻ തേർഡ്, പിന്നെ മുഹമ്മദ് ഇക്ബാൽ, പിന്നെ ഡിപ്രസ്ഡ് ക്ലാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ, സ്ത്രീകളുടെ ഭാഗത്ത് സരോജിനി നായിഡു തുടങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. ഇതിനകത്ത് INC പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ നിന്നും. രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. അതിനകത്ത് ഗാന്ധിജിയും അംബേദ്കറുമായിട്ട് ചെറിയ അഭിപ്രായ ഭിന്നത വരുവാണ്. മെയിൻലി അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ നൽകിക്കൊണ്ടൊരു കമ്മ്യൂണൽ അവാർഡൊക്കെ നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. ഇതിൻ്റെ അംബേദ്കറാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആവശ്യക്കാരൻ. പക്ഷെ ഗാന്ധിജി ഇതിനെതിരാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണൽ കൺസിഡറേഷന്. അതുകൊണ്ട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ വിഭിന്ന അഭിപ്രായമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അതായത് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട്. അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനവും പരാജയമാവുകയാണ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി, നമുക്കറിയാം ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നു, അതിനകത്ത് INCയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ല. പിന്നീട് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ഗാന്ധിജി വരുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ്. ഗാന്ധിയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരമാണ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി വരുന്നത്. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭുവാണ്, സംശയമില്ല. പക്ഷേ 2ഉം 3ഉം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ പ്രഭുവാണ്, ഇർവിൻ അല്ല. കാരണം ഈ ഒരു പാക്റ്റൊക്കെ ഉണ്ടാക്കി, ഗാന്ധി ഇർവിൻ പാക്റ്റ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഇർവിൻ പോകുന്നു, പകരം വെല്ലിംഗ്ടൺ പ്രഭു വരുന്നു. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, തെറ്റിപ്പോരുത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭുവും, 2ഉം 3ഉം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അങ്ങനെ മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നു നവംബർ തൊട്ട് ഡിസംബർ വരെ 1932. ഇതിൽ പങ്കെടുത്തത് 46 പ്രതിനിധികൾ മാത്രമാണ്. ഇത് പരാജയമാണ്, നമ്മൾ പറഞ്ഞിരുന്നില്ല, 3 സമ്മേളനങ്ങളും പരാജയമാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നടന്ന ഡിസ്കഷൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 സംഭവിക്കുന്നത്. ആ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നത് ഈ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന ഡിസ്കഷൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ലണ്ടൻ. പിന്നെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ തേജ് ബഹദൂർ സാപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ്. പിന്നെ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5. പിന്നെ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം.
മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സാപ്രു, ഈ രണ്ടുപേരാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ. അടുത്തത് കമ്മ്യൂണൽ അവാർഡാണ് 1932. അതൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആണ് ഇതുമായിട്ട് ഈ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതായത് 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറുമായിട്ട് ചെറിയൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായെന്ന് പറഞ്ഞായിരുന്നു. ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിനുള്ള സെപ്പറേറ്റ് ഇലക്ട്രേറ്റിൻ്റെ പേരിൽ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കമ്മ്യൂണൽ അവാർഡും പൂന പാക്റ്റും. പൂന ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ടൈമുണ്ട്. അപ്പോൾ BR അംബേദ്കർ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിന് പ്രത്യേകം ഇലക്ട്രേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാകാൻ കാത്തിരിക്കുക. അതായത് ഇങ്ങനെയുള്ളൊരു സംഭവം ഡിവൈഡ് ആൻഡ് റൂളിനെ അനുകൂലിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വർഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിൽ വേർതിരിക്കുക എന്നുള്ളത് ഡിവൈഡ് ആൻഡ് റൂളാണ് അവരുടെ നോട്ടത്തിൽ. അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ 1932 ഒരു പ്രഖ്യാപനം വരുവാണ്. അതൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ഡിപ്രസീവ് ക്ലാസസ്. അത് പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡാണ്. അങ്ങനെ ഇങ്ങനൊരു നടപടി ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർ ഇതിനെ എതിർക്കുന്നു. പ്രധാനമായിട്ട് ഗാന്ധിജിയുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് ഗാന്ധിജി ജയിലിലാണ്. ഗാന്ധിജി പൂനെയിലെ എർവാദ ജയിലിലാണ്. അപ്പം ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം തുടങ്ങുവാണ് എർവാദ ജയിലിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സമ്മർദ്ദത്തിലായി. കാരണം ഗാന്ധിജി എങ്ങാനും അവിടെ കടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ രാജ്യം മൊത്തവും പ്രതിഷേധങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഒത്തുതീർക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആഗ്രഹിച്ചു. അങ്ങനെ ഗാന്ധിജിയും BR അംബേദ്കറുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയാണ്. അതാണ് പൂന ഉടമ്പടി എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണൽ അവാർഡ് എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അത് കോൺഗ്രസ് എതിർക്കുന്നു. ഗാന്ധിജി അതിനെ എതിർത്തുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. പിന്നീട് അത് ആ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്ന മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹമാണ്. അപ്പോൾ അത് അങ്ങനൊരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയും BR അംബേദ്കറുമായിട്ട് ഉടമ്പടിയിലെത്തും. അതാണ് 1932 പൂന ഉടമ്പടി. പിന്നെ പൂന ഉടമ്പടി അല്ലെങ്കിൽ പൂന പാക്റ്റ് ഒപ്പുവയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണ്ട ആർക്ക്, ഡിപ്രസ്ഡ് ക്ലാസ്സിന്. അവർക്ക് ഇതുവരെയുള്ള റിസർവ്ഡ് സീറ്റ്സ് ഉണ്ടല്ലോ, അവർക്കൊരു പ്രത്യേക റിസർവ്ഡ് സീറ്റ്സ് പ്രത്യക്ഷത്തിലുണ്ട്. അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അപ്പം അങ്ങനൊരു ഒത്തുതീർപ്പിൽ അവരെത്തുകയാണ്. അങ്ങനെ ആ ഒരു ഉടമ്പടി ഒപ്പുവെച്ച ഡേറ്റ് എന്ന് വെച്ചാൽ 1932 സെപ്റ്റംബർ 24 പൂന പാക്ട് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ഈ കമ്മ്യൂണൽ അവാർഡിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത് 1932 ആഗസ്റ്റ് 16 ഓക്കെ. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ ജയിലാണെന്ന് ചോദിച്ചാൽ എർവാദ ജയിൽ പൂനെയിലെ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആഗസ്റ്റ് ഓഫർ, ക്രിസ് മിഷന്, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അടുത്തൊരു ക്ലാസ് കൊണ്ട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.